വർക്കല ഓടയം മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ഇളയ മകൾ ഷാർജയിൽ മരണപ്പെട്ടതിന് 2 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ആ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിൽ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളാണ് ആ രേഖയിൽ ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇവർക്ക് മുൻകൂട്ടി തന്നെ ആസ്ന എന്ന പെൺകുട്ടി ഈ മരണത്തിന് മുമ്പ് വിളിച്ച് ദുഃഖകരമായി പറഞ്ഞ വാക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിൽ വിശ്വാസമർപ്പിച്ചിരുന്നപ്പോൾ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ദുഃഖകരമായ വാർത്തകളാണ് ആ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ട് അറിഞ്ഞതിന് ശേഷം കുറ്റക്കാരനായ യാസ്നയുടെ ഭർത്താവ് വിദേശത്താണ്. അതിന് കൂട്ടുനിന്നവരെയും ഈ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന് അവർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള നടപടികൾ മേടിച്ചു കൊടുക്കണം, അവരെ നഷ്ടപ്പെട്ട സഹോദരിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിമാരായ യാസ്മിനും യാസ്മയും നമ്മളോടൊപ്പം സംസാരിക്കുന്നു. ഷാർജയിൽ മരണപ്പെട്ട ഇളയ സഹോദരി യാസ്നയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കിട്ടി. എന്താണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപാട് മുറിവേറ്റ പാടുകളൊക്കെ ഒരുപാട് ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞ. അടിച്ചതിന്റെ പാടുകൾ, ദേഹം മൊത്തം മുറിവേറ്റ പാടുകൾ. അപ്പൊ നമുക്ക് സംശയമുണ്ട് മരണകാരണത്തിന്. അത് എനിക്കറിയില്ല. ഭാവിയൊന്ന് കട്ട് ചെയ്ത് മരണകാരണത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപാട് മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഈ മർദ്ദനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നല്ലതുപോലെ അടിയും മർദ്ദനമേറ്റിരുന്നു. അത് മാത്രമേ ആ റൂമിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ല. അന്ന് ഓഫായിരുന്നു, ജോലിക്കൊന്നും പോകണ്ടായിരുന്നു. അപ്പം വെള്ളിയാഴ്ചയും 2 ദിവസം മുമ്പേ മർദ്ദനമേറ്റിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 3 ദിവസം കൊണ്ട് നല്ല അടി കിട്ടിയതിന്റെ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ മരിക്കുന്ന സമയത്തും അവശതയായിരുന്നു യാസ്ന. തലയ്ക്ക് അടി കിട്ടിയതായിട്ടും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തലയ്ക്ക് അടി കിട്ടി ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം അത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അടി കിട്ടിയതായിട്ടും ഉണ്ട്. മർദ്ദനമേറ്റ പാടുകൾ ഒരുപാടുണ്ട്, ശരീരമാസകലമുണ്ട്. അന്ന് വിളിച്ച് സംസാരിച്ചിട്ടില്ല? സംസാരിച്ചു. അന്ന് 1/2 മണിക്കൂറോളം സംസാരിച്ചു. നാട്ടിലെ 1.5 മണിക്ക് വിളിച്ചിരുന്നു. അപ്പൊ 1/2 മണിക്കൂർ സംസാരിച്ച മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ട്, കാണുമ്പോ ഒരു വിഷമത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ നോയമ്പാണെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ മോൻ പറഞ്ഞിരുന്നു വാപ്പ ഉമ്മായ അടിച്ചു. ഈ സംസാരത്തിന്റെ മധ്യയില് സഹോദരിയുടെ മുഖം ഇതേണക്ക് വിഷമിച്ചിരിക്കുന്ന നമ്മൾ ചോദിച്ചപ്പോൾ റംസാൻ മാസമായതുകൊണ്ട് നോയമ്പാണ്, അതിന്റെ ഒരു വിഷമമാണെന്നാണ് നമ്മുടെ പറഞ്ഞത്. പക്ഷെ ഈ സംസാരത്തിനിടയിലാണ് മകൻ പറഞ്ഞത് വാപ്പ ഉമ്മായ അടിച്ചിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ഞാൻ പിന്നെ എല്ലാരും കൂടെ വീഡിയോ കോൾ വിളിച്ചപ്പോ എല്ലാരും ഉണ്ട്, ഞാൻ മാറി എന്ന് ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞിരുന്നു പഴയ സ്വഭാവം തുടങ്ങി, ഹസ്ബൻഡിന് പഴയ സ്വഭാവം തുടങ്ങി, വീണ്ടും എന്റെ പേരിലുള്ള സ്വത്ത് മുതലുകൾ എഴുതി കൊടുക്കണം, അതിന് നിരന്തരം 2 ദിവസം കൊണ്ട് പീഡനമാണ്, മർദ്ദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നീ നാട്ടിൽ വെക്കേഷൻ ആണ്, നാട്ടിൽ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അനിയത്തിക്ക് മതിയായതുപോലെയാണ് സംസാരത്തിൽ എനിക്ക് നാട്ടിൽ. അപ്പം നാട്ടിൽ വരുന്നുണ്ട്, മോന്റെ വെക്കേഷൻ ആയി നാട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ അനിയത്തിയാണ് അന്ന് 6 മണിക്കോ 6:30 മരണപ്പെട്ടെന്ന് അറിയുന്നത്. നല്ലതുപോലെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നല്ല സംസാരിച്ചു. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു സൂചന തന്നിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഈ 8 മാസം പോയത് ഞാൻ ഇപ്പോഴാണ് മരിക്കുന്നതിന്റെ അന്നാണ് അറിയുന്നത് എന്തോ അനിയത്തിക്ക് വിഷമം ഉണ്ടെന്ന്. അപ്പോഴാണ് കൂടുതൽ അറിയുന്നത്. പക്ഷെ ഒരു മരണത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. സംസാരിച്ച് 4-5 മണിക്കൂറിന് ശേഷമാണ് മരണം. ഞങ്ങള് അറിയുന്നത് പിറ്റേ ദിവസമാണ്. പക്ഷെ അന്ന് മരണം സംഭവിച്ചു. റിലേറ്റീവ്സ് ഒക്കെ വന്നാണ് അറിയുന്നത്. ഞങ്ങളടുത്ത് പറഞ്ഞില്ല, പക്ഷെ നാട്ടിലെല്ലാരും ബന്ധുക്കളൊക്കെ അറിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ അറിഞ്ഞത്. 6:30 മരണം സംഭവിച്ചു. ഈ മരണം സംഭവിച്ചിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിച്ചത് ആരാ? അവിടെ അത് അനിയത്തി മരണപ്പെട്ടു കഴിഞ്ഞിട്ട് അവനല്ല പോലീസിനെ വിളിച്ചത്. ഈ ഷംനാദ് എന്ന് പറയുന്ന വ്യക്തിയല്ല പോലീസിനെ വിളിച്ചത്. അവിടുത്തെ വാച്ച്മാനാണ് പോലീസും ആംബുലൻസിനെയും വിളിച്ചത്. പക്ഷെ മീഡിയയിലൊക്കെ പറഞ്ഞത് ഈവൻ ഹസ്ബൻഡ് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ചെന്നാണ്. പക്ഷെ അത് തെറ്റായ ഒരു വാർത്തയാണ്. അവനല്ല വിളിച്ചത്. അവൻ വിളിച്ചത് അവന്റെ ബ്രദറിനെയാണ്. അത് ഫിറോസ് എന്ന് പറയുന്ന മൂത്ത ജ്യേഷ്ഠനെയാണ് വിളിച്ചത് ആദ്യം. അത് അവിടുത്തെ CC ക്യാമറയിൽ വ്യക്തമായിട്ടുണ്ട്. ആംബുലൻസ് വരുന്നതിന് പോലീസ് വരുന്നതിന് മുമ്പേ ഈ ബ്രദർ വരുന്നതായിട്ട് ബ്രദറിന്റെ വൈഫും, പാകിസ്ഥാനിയാണ് വൈഫ്, അവർ രണ്ടുപേരാണ് ആ റൂമിൽ വന്നത്.
അപ്പോഴത്തേക്കും അനിയത്തിയെ ഹാങ് ചെയ്തിരുന്ന അനിയത്തിയെ തറയിൽ കിടക്കുകയായിരുന്നു. തറയിൽ കിടന്നപ്പം ആ സമയത്ത് ഫിറോസ് ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു, ഒരു പാകിസ്ഥാൻ ലേഡി ഉണ്ടായിരുന്നു, ഷംനാദ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഷാള് കണ്ടില്ല, അനിയത്തിയുടെ ഷാളില്ല, മൊബൈൽ ഫോണ് ഉണ്ട്. ഇതെല്ലാം പോലീസിന്റെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. ഇത് രണ്ടും മിസ്സിംഗ് ആണ്. ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. ഈ ഹസ്ബൻഡിന്റെ കൂടെ ജ്യേഷ്ഠൻ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും ഈ തെളിവ് നശിപ്പിക്കാൻ കൂട്ടു നിന്നിട്ടുണ്ട്. ഷാളും ഇല്ല, മൊബൈൽ ഫോണും മിസ്സിംഗ് ആണ്. പങ്കുണ്ട്, സംശയിക്കുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ പിന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഈ അനിയത്തിയുടെ ഫോണിൽ ഒരുപാട് വോയിസ് മെസ്സേജുകൾ എൻ്റെ രണ്ടാമത്തെ അനിയത്തി യാസ്മ അടുത്ത് പറഞ്ഞിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭീഷണി സ്വരത്തിലാണ് ഇന്ന സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ യാസ്മിനെ കുറിച്ചോ ഷംനാനെ കുറിച്ചോ ഒന്നും അല്ല, വേറെ കാര്യങ്ങൾ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്ത പോലെ രീതിയിലാണ് സംസാരിച്ചത്. ആ മരിച്ചു കിടക്കുന്ന സമയത്തും അയാൾക്ക് യാസ്ന മരിച്ചെന്നൊരു വിഷമമില്ല. ഞങ്ങളെ എങ്ങനെയെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങളെ തലയിൽ വെക്കണം മരണത്തിന്റെ. അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. നിങ്ങളുടെ സഹോദരിമാരുടെ തലയിൽ വെക്കണം, അനിയനെ രക്ഷപ്പെടുത്തണം. അതായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെയാ മനസ്സിലായത്. ഞാനിങ്ങനെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വ്യക്തികളൊക്കെ എല്ലാവരും കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങനെയാ മനസ്സിലാവുന്നത്. ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും കൂടെ നിന്നു. അയാൾക്കും ഈ കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾ അറിയാം. അനിയനെയും ജ്യേഷ്ഠനെയും ഇതിന്റെ അന്വേഷണത്തിന്റെ പരിധി കൊണ്ടുവന്ന് സമഗ്രമായ അന്വേഷണം വേണം. അത് നമ്മുടെ നാട്ടിലല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അന്വേഷണം നല്ലതല്ല തന്നെ നടത്തുന്നത്. പിന്നെ എന്തായാലും സഹോദരിയുടെ കുറ്റക്കാരായവരെ കൊണ്ട് നാട്ടിൽ വന്ന് നടപടികൾ സ്വീകരിച്ച് ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നുള്ള കുറച്ച് തീരുമാനമാണ്. അത് ശിക്ഷ കൊടുക്കും. അവൻ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. കേസിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. ഞങ്ങൾ അനിയത്തിക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടുകയും ചെയ്യും. അജ്മാനിൽ ഉണ്ടായിരുന്നല്ലോ, അജ്മാനിൽ ഷാർജയിൽ പോയപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാൻ സാധിച്ചത്? എന്താണ് നമുക്ക് ഈ സംശയത്തിനുണ്ടായ കാരണങ്ങൾ? ഞാൻ അവിടെ ഷാർജയിലെ ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പൊ അവിടെ തന്നെ അനിയത്തിയുടെ ഫേസ് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. താടിയുടെ തൊട്ട് താഴെ ആയിട്ട് തന്നെ വലതു ഭാഗത്ത് നല്ലൊരു അടയാളമുണ്ട്. അത് കുഞ്ഞപ്പം പോലീസിന് മൊഴിയും കൊടുത്തു. ഉമ്മായ അടിച്ചു എന്ന് അവിടെ ഷാർജ പോലീസിന് മൊഴിയും കൊടുത്തു. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ നല്ല 5.5 വയസ്സുണ്ട്. അതെ, കണ്ടപ്പോഴേ മനസ്സിലായി അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. മാത്രമല്ല അവനിക്ക് ഒരു വിഷമോ അവന്റെ മുഖത്ത് ഞാൻ അങ്ങനെ ഒരു സങ്കടമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അവന് എസ്കേപ്പ് ആവാനുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ അവൾ ഇങ്ങനെ ചെയ്തത്? അപ്പൊ ആ സമയത്ത് അവൻ പോലീസിന് മൊഴി കൊടുത്തെന്ന് വെച്ചാൽ പള്ളിയിൽ പോണോന്ന്, നോമ്പ് തുറക്കാനായിട്ട് പള്ളിയിൽ പോണോന്ന് പറഞ്ഞ ആ പേരിലാണ് പല കാര്യങ്ങളും മാറി മാറി പറയുന്നു. ടപ്പിയൊക മേടിക്കാത്തതിന്റെ പേരിലാണ് അനിയത്തി ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഷാർജ പോലീസ് തന്നെ ചോദിക്കുന്നത് അത് മേടിച്ചു കൊടുക്കാത്തതിന് പോയി സൂയിസൈഡ് ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പൊ അല്ലാതെ വേറൊരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല എന്നാണ് അവൻ ആ സമയത്ത് പറഞ്ഞത്. പിന്നെ അവര് 2 അടിയൊക്കെ കൊടുത്തപ്പം പറഞ്ഞു ഞാൻ വൈഫിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ വീട്ടിലുള്ള സകലരും ഉണ്ടായിരുന്നു, കൊച്ചാപ്പാടെ മക്കളും എല്ലാവരും. ഇവരെല്ലാവരും അജ്മാലിലാണ് താമസിക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത് ആയിട്ടാണ് താമസിക്കുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ ഈ സംഭവങ്ങളൊക്കെ അറിയുന്ന തന്നെ നാട്ടിൽ നിന്ന് വാപ്പ ഉമ്മയെ ഫസ്റ്റ് എന്നെ വിളിക്കുന്നത്. ഇവൻ ഉമ്മയുടെ ഫോണിൽ കൂടെ വിളിക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനെ അവര് വെപ്രാളപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമാണോ ഉണ്ടായോ എന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. ഒരു 6:15 ആ സമയത്ത്, അവിടുത്തെ 6:15. അന്ന് റമദാൻ നോമ്പ് 12ആണ്. അപ്പോഴും ഞാൻ നോമ്പ് തുറക്കാനുള്ള ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു, പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ട്, അവരെ വീട്ടിലുള്ള. അപ്പൊ ഞാൻ വിളിച്ചു, അനിയത്തിയെ വിളിച്ചപ്പോ അനിയത്തിയുടെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. പിന്നെ ഞാൻ കിട്ടാത്തോണ്ട് അവന്റെ ഫോണിലാണ് വിളിച്ചത്. അപ്പൊ എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ യാസ്ന ബാത്റൂമിൽ തലയിടിച്ച് വീണെന്നാണ്, സ്ലിപ്പായി വീണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നോമ്പായ ആ ക്ഷീണത്തില് ഞാൻ ആ സമയത്ത് വലിയ കാര്യത്തിൽ എടുത്തില്ല.
അയ്യോ എന്ത് പറ്റി. അപ്പോഴന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു, അതുപോലെ ചിപ്പി വീണെന്ന് പറയുന്നത്, എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നെങ്ങനെ അവൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകാൻ പോകണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും വിളിച്ച് അപ്പോഴാണ് പറയുന്നത്, എന്റെ പൊന്നുമോള് തൂങ്ങിയതാണ്. ഇവൻ എന്തിനാണ് ആദ്യം ബാത്റൂമിൽ തലയിടിച്ച് വീണെന്ന് പറഞ്ഞത്? അപ്പൊ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവളെ തല എന്തോ ഇടിച്ചു കാണുമായിരിക്കും, അതായിരിക്കും ഇങ്ങനെ ഫസ്റ്റ് അങ്ങനെ പറഞ്ഞത്. എന്റെ ഹസ്ബൻഡ് വിളിച്ച് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞത് യാസ്ന സ്ലിപ്പായി വീണെന്നാണ്. അത് എന്തുകൊണ്ട് തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞില്ല. പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴെല്ലാം അവന്റെ ഫുൾ ആൾക്കാർ തന്നെയാണ്. എൻ്റെ ഒരു ബ്രദർ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ഷാർജയില് മജാസിൽ തൊട്ടടുത്തുണ്ടായിരുന്നു. ഇവര് കല്യാണം കഴിഞ്ഞ് 2 മാസം ആയപ്പോൾ തന്നെ ഭയങ്കര അടിയും പ്രശ്നങ്ങളൊക്കെ ആയി. ഇക്കക്കായ അനിയത്തി വിളിച്ച് സംസാരിച്ചായിരുന്നു, എന്നെ ഉപദ്രവിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഞങ്ങള് പിന്നീടൊക്കെയാണ് അറിയുന്നത്. അപ്പോഴ് ഇക്കൊക്കെ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് ഇക്കൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഇവൻ തന്നെ വിളിച്ചു പറഞ്ഞു, ഇക്കൊക്കെ വരണ്ട, ഞങ്ങള് സോൾവ് ആയി, കുഴപ്പമില്ലാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ അനിയത്തി ഇക്കക്കായി വിളിച്ചു പറഞ്ഞു ഇക്കൊക്കെ വരണ്ട. പക്ഷെ എന്നാൽ ഇക്കക്കാക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ ദാ വരുന്നു, എന്തിനാവാൻ നിന്നെ അടിക്കണം, ഞാൻ ദാ വരുന്നെന്നൊക്കെ പറഞ്ഞ്. അതായത് അവിടെ ഇവര് യു എയിൽ പോയി 2 മാസത്തിനകം തന്നെ അവിടെ അടിയും പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അനിയത്തി എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു, ഇക്കൊക്കെ വരണ്ട, ഞങ്ങൾ പുറത്തു പോണ്, പ്രശ്നം സോൾവ് ആയെന്ന് അനിയത്തി എന്നെ വിളിച്ചു പറഞ്ഞു. പിന്നീട് പല സംഭവ വികാസങ്ങളും അവിടെ നടന്നിട്ടുണ്ട്, വഴക്കും അടിയും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അത് അനിയത്തി എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴല്ലേ നിങ്ങളെ സംശയം, നിങ്ങളെ ദുരൂഹരിക്കുന്ന രീതിയിലുള്ള അതെ മർദ്ദനമേറ്റെന്നും ശാരീരികമായ മർദ്ദനമേറ്റെന്നും എല്ലാ റിപ്പോർട്ടിലുണ്ട്. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കയ്യിലും കാലിലും എല്ലാം നല്ല രീതിയിൽ അടയാളങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അതെ, ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ അനിയത്തിക്ക് നീതി കിട്ടണം, ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ മാക്സിമം ചെയ്യും. ഇനി ഇങ്ങനെ ഒരു കുട്ടികൾക്കും ആവർത്തിക്കരുത്. സ്വത്തിന് വേണ്ടി അതെ പല കാര്യങ്ങളും അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇവിടുത്തെ പോലീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചില കാര്യങ്ങൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനിയത്തിയുടെ മകൻ എൻ്റെ ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവൻ അവിടെ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ കുഞ്ഞിനെ കൈവശം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടി വന്നത്. അവനാണ് സ്പോൺസർ ആയതുകൊണ്ട് എനിക്ക് അവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അവനിക്ക് പേടിയായിരുന്നു അയാളുടെ അടുത്ത് പോവാനും. അയാളും അയാളെ കുറച്ച് ബ്രദേഴ്സും കൂടെ ചേർന്ന് ബലമായിട്ടാണ് അവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് കൊച്ചിനെ കൊണ്ടുപോയത്. ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടണം. അവൻ നോക്കില്ല, അവന് അത്ര സ്നേഹമുള്ള വാപ്പ ആയിരുന്നെങ്കിൽ മോൻ പോയേനെ. അവൻ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്, അനിയത്തിയെ ഉപദ്രവിക്കുന്നതെല്ലാം അവൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ വീഡിയോ കോളിൽ ചെയ്യുമ്പോൾ കുഞ്ഞ് പേടിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അവനെ ഞങ്ങൾക്ക് കിട്ടണം, അതാണ് ഞങ്ങൾ ആഗ്രഹം. ഞങ്ങളാണ് അവനെ നോക്കിയത് മൊത്തം. കുട്ടിയുടെ സംരക്ഷണവും കൂടെ നമുക്ക് വേണമെന്നുള്ളത്. അതെ സ്വീകരിക്കണം. അത് മാത്രമല്ല, അനിയത്തി കല്യാണം കഴിഞ്ഞതിന് ശേഷമെല്ലാം ഞങ്ങളാണ് കൂടുതൽ നോക്കിയതെല്ലാം. കുഞ്ഞിനെ ആയിരുന്നാലും അനിയത്തിയുടെ കാര്യങ്ങളായിരുന്നാലും അവൾക്ക് അധികം ഇഷ്ടമല്ല, അവിടെ പോകുന്നതൊന്നും ഇഷ്ടമല്ല. ഇപ്പം അവന്റെ ഉമ്മാണ് കുഞ്ഞിനെ നോക്കുന്നത്. അവരെ മോനെ നല്ല രീതിയിൽ വളർത്താൻ പറ്റിയില്ല. ഒരു പെണ്ണിനോട് ഇങ്ങനത്തെ ക്രൂരത കാണിക്കാനാണ് അവർ പഠിപ്പിച്ചത്. പിന്നെ ആ കുഞ്ഞിനെ അവരെ നല്ല രീതിയിൽ എങ്ങനെ വളർത്തും? സ്വന്തം മോനെ നല്ല രീതിയിൽ വളർത്താൻ പറ്റാത്ത അവരെങ്ങനെ ആ കൊച്ചിനെ വളർത്തും? ആ കുഞ്ഞ് എൻ്റെ അടുക്കയാണ് ഇരുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ എൻ്റെ കൂടെയാണ് നല്ല സന്തോഷത്തോടെ ഇരുന്നായിരുന്നു. ഇപ്പൊ അതിന്റെ അവസ്ഥ വളരെ, ഞങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ വിഷമം. ഞങ്ങൾ അനിയത്തിക്ക് നീതി കിട്ടുന്നതിനോടൊപ്പം ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടണം. ആ കുഞ്ഞിന് പഴയ സ്കൂളിൽ നിന്ന് TC മേടിച്ച് ഇപ്പൊ അജ്മാനിലോട്ട് ഷിഫ്റ്റ് ആയെന്ന് പറയുന്നത്. ഞങ്ങള് ഇതുവരെ അന്വേഷിച്ചപ്പോ ആ കുഞ്ഞിനെ സ്കൂളിലൊന്നും ആക്കിയിട്ടില്ല. ആ കുഞ്ഞിന്റെ മൈൻഡൊക്കെ ഒരു ഭയങ്കര ഒരു ടെൻഷനിൽ തന്നെ ആയിരിക്കും. അത് പേടിച്ച് തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആ കുഞ്ഞിന് നല്ല രീതിയിലുള്ള ഒരു ട്രോമ അതിന് കിട്ടിയിട്ടുണ്ട് തന്നെ ഇപ്പോഴന്നെ. എന്തുകൊണ്ട് സ്കൂളിൽ വിടുന്നില്ല? ഒരു പക്ഷെ അവർക്ക് ടെൻഷൻ ആയിരിക്കും, വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആ കൊച്ചു ആരടുക്കെങ്കിലും പറയുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ സ്കൂളിൽ ആ കുഞ്ഞിനെ വിടാത്തത്. ഇപ്പം ഞങ്ങൾ കസിൻസ് ഒക്കെ ചെല്ലുമ്പോൾ പല കാര്യങ്ങളൊക്കെ പറയും, സമ്മർ ക്യാമ്പിൽ വിടുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ സ്കൂളിൽ വിടാത്ത കാര്യം എന്താണ്? അപ്പം അത് നമ്മൾക്ക് അറിയണം, കുഞ്ഞിന്റെ വിവരങ്ങൾ നമ്മൾക്ക് അറിയണം. ഉമ്മയുടെ വീട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്.
എന്റെ അനിയത്തിയെ സംരക്ഷിക്കാൻ കഴിയാത്ത അവൻ എങ്ങനെ ആ കുഞ്ഞിനെ സംരക്ഷിക്കും? ഇത്രയും 10-15 വയസ്സായിട്ടും അവൻക്ക് അവന്റെ ഉമ്മയുടെ സഹായം വേണം അവന്റെ കാര്യങ്ങൾ നോക്കി നീങ്ങാം. അപ്പൊ ആ 5.5 വയസ്സുള്ള കൊച്ചിന് എന്തൊക്കെ ആവശ്യങ്ങൾ കാണും? അവൻ നിൽക്കുന്നത് ആ പാകിസ്ഥാനി ലേഡിയുടെ കൂടെയാണ്. എന്ത് അറിയാം, അവരവരെ മോളെ വളർത്തുന്ന രീതിയിലല്ലേ ആ കുഞ്ഞിനെ നോക്കത്തുള്ളൂ. അത് നോക്കൂ അതുപോലെ. അവൻ നല്ലതുപോലെ നോക്കിയിരുന്നെങ്കിൽ ആ കൊച്ചെന്തിനു പേടിച്ചിരിക്കണം? ആ കുഞ്ഞിന്റെ അടുക്ക അവന്റെ കൂടെ പോവാതെ പേടിച്ചെന്തിനിരിക്കണം? അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഒരു ആവശ്യം തന്നെയാണ്. അത് ഞങ്ങൾക്ക് കുഞ്ഞിന്റെ മരിച്ച ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പം തന്നെ അനിയത്തിയുടെ ഫേസ് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു. ഇല്ല, ഞാൻ അജ്മാനിലായിരുന്നു. നാട്ടിൽ നിന്ന് വാപ്പായും ഉമ്മായുമാണ് അവിടുത്തെ ഒരു 6:15 സമയമായപ്പം എന്നെ വിളിക്കുന്നത്. എന്തോ പ്രശ്നമുണ്ട്. ഇവൻ വാപ്പാടെ മൊബൈലില് 3-4 പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ മറുപടി ഒന്നും പറയുന്നില്ല, കട്ട് ചെയ്ത് കളയുന്നു. എന്തോ പ്രശ്നമുണ്ട്, നീ ഒന്ന് അനിയത്തിയെ വിളിക്കുക എന്നൊക്കെ. ഉമ്മയും വാപ്പായും വീഡിയോ കോളിലാണ്. ആ സമയം നോമ്പ് സമയമാണ്. അപ്പൊ അതിന്റെ ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ഞാൻ. വേറെ ഒരു സംശയം എനിക്കുള്ളതെന്ന് വെച്ചാല്, ഈ ആദ്യം രണ്ടാമത്തെ അനിയത്തി യാസ്മ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ഇവൻ ഫോൺ ചെയ്തു ആ ടൈമിൽ മരിക്കുന്നതിന് ആ സമയത്ത് ഷാർജയിൽ വെച്ച് പറഞ്ഞിരുന്നു, വന്ന് വീണെന്നാണ് ബാത്റൂമിൽ യാസ്ന വന്ന് വീണെന്നാണ് പറഞ്ഞത്. യാസ്ന വന്ന് വീണു. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, എൻ്റെ മോള് പോയി തൂങ്ങി മരിച്ചു എന്ന്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ അനിയത്തി അറിയുന്നത്, യാസ്മ അറിയുന്നത്. ആദ്യം വിളിച്ച് പറഞ്ഞു വന്ന് തെന്നി വീണു എന്ന് പറഞ്ഞു ബാത്റൂമിൽ. പിന്നെ പറയുന്നു എൻ്റെ മോള് പോയി തൂങ്ങി മരണം. അപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് എന്തോ ഒരു പൊരുത്തക്കേട് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, സംശയം തോന്നാനുള്ള കാര്യമാണിത്. റിപ്പോർട്ടിൽ ഹാങ്ങിങ് എന്നാണ്. ഹാങ് ചെയ്തിട്ട് 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവൻ ഷംനാദ് വാച്ച്മാന് ചെന്ന് പറയുന്നത്. സോ അവർ രണ്ടുപേരും മാത്രമാണ്. പിന്നെ 5 വയസ്സെന്ന മോനുമാണ് റൂമിലുള്ളത്. ഈ 35 മിനിറ്റും യാസ്ന ബാത്റൂമിൽ കയറിയത് ഇവൻ അറിഞ്ഞില്ലേ. എൻ്റെ വൈഫ് അതിൽ ബാത്റൂമിൽ ഹാങ് ചെയ്ത് ഇരിക്കുകയാണെന്ന് അവനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ഞങ്ങളൊരു കണക്കൂട്ട്. അവനിക്ക് അറിയാമായിരുന്നു. 35 മിനിറ്റ് എന്ത് ചെയ്യായിരുന്നെന്ന് അവിടുത്തെ ഷാർജ പോലീസ് ചോദിച്ചപ്പം ഇവൻ മിണ്ടാതെ ഇരുന്നു. അത് കഴിഞ്ഞ് വാച്ച്മാനെ വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് വാച്ച്മാൻ്റെ അടുത്ത് പറഞ്ഞത് വൈഫ് ബാത്റൂമിൽ ലോക്കായിപ്പോയെന്നാണ്. ബാത്റൂമിൽ കയറിയപ്പോൾ വൈഫ് ലോക്കായിപ്പോയി. വാച്ച്മാൻ വന്നു ലോക്ക് തുറക്കാനായിട്ട് സ്ക്രൂ ഡ്രൈവറാണ് കൊണ്ടുവന്നത്. എന്നിട്ട് തുറന്നില്ല. വീണ്ടും വാച്ച്മാൻ പോയി കുറച്ച് ടൂൾസ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ടൂൾസ് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇവൻ മൊബൈൽ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത്. അവൻ എന്തിനാണ് വീഡിയോ എടുത്തത്? വൈഫ് ലോക്കായെങ്കിൽ അവള് ഇത് തട്ടിയിട്ട് ഇറങ്ങി വരാമല്ലോ. ഈ വാച്ച്മാൻ ടൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ലോക്ക് ഇത് ആക്കുമ്പം വരാമല്ലോ. പിന്നെ എന്തിന് വീഡിയോ എടുക്കുന്നത്? അവനിക്കറിയാം വൈഫ് അതിൻ്റെ അകത്ത് ഹാങ് ചെയ്തിരിക്കുകയാണ്. തെളിവ് അവൻ ഉണ്ടാക്കിയതാണ്. തെളിവ് കാരണം അവൻ രക്ഷപ്പെടണം. അങ്ങനെ ഫോണിൽ വാച്ച്മാൻ ഡോറ് കട്ട് ചെയ്യുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ആ ടൈമിൽ ലോക്ക് തുറന്നു വൈഫിൻ്റെ ഹാങ് ചെയ്തിരിക്കുന്ന വീഡിയോ എടുത്തു. അപ്പോൾ ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ സ്വന്തം ഭാര്യ ഹാങ് ചെയ്തിരിക്കും ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ള ആ ഒരു മനസ്സ് അവനിക്ക് എങ്ങനെ വന്നു? ആ ധൈര്യം. അപ്പൊ അവനിക്ക് ഇതിനു മുമ്പേ നേരത്തെ അറിയാമായിരുന്നു എൻ്റെ വൈഫ് മരണപ്പെട്ട് കിടക്കുകയാണെന്ന്. വൈഫ് മരണപ്പെട്ട് ഇരിക്കുകയാണെന്ന് അവനിക്ക് അറിയാമായിരുന്നു. അവനിക്കറിയാം എന്ന 100% ഞങ്ങൾക്ക് ഉറപ്പാണ് വീഡിയോ എടുത്തത്. കാരണം ഷാർജയിൽ അവൻ തെളിവുണ്ടാക്കണ്ടേ, രക്ഷപ്പെടണ്ടേ. അതൊരു സംശയമാണ് നമുക്ക്. അവൻ പറയണം. അവനല്ല തെറ്റ് ചെയ്തെങ്കിൽ അവൻ വന്ന് തെളിയിക്കട്ടെ. എന്തിനാണ് സ്വന്തം വൈഫ് മരണപ്പെട്ടു, എൻ്റെ വൈഫ് മരണപ്പെട്ടെന്ന് അവനിക്ക് അറിയണ്ടേ കാരണം എന്താണ്? എൻ്റെ വൈഫ് മരിച്ചതിൻ്റെ കാരണം അറിയണമെങ്കിൽ അവനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ തെളിയിക്കട്ടെ. അവൻ തെറ്റുകാരനെന്താണെന്ന് തെളിയിക്കുക. പിന്നെ എന്ത് കാരണം കൊണ്ട് എൻ്റെ വൈഫ് മരണപ്പെട്ട കാരണം എന്താണ്? അത് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എന്താണ് കാരണം എന്ന് പറയണം. യാസ്ന മരിക്കാനുള്ള കാരണം അവനിക്കറിയാം.